ഞാൻ നോക്കുന്നില്ല പറഞ്ഞു. ഹലോ ഫ്രണ്ട്സ്. അയ്യോ എനിക്ക് ചിരി പോട്ടെ. ഹലോ ഫ്രണ്ട്സ്. പണ്ട് നോട്ട്ബുക്കിൻ്റെ ഒക്കെ കവർ പേജിൽ കണ്ടിരുന്ന തുലിപ്പ് പൂക്കളുടെ ആ ഒരു ഭംഗി നേരിട്ട് കണ്ട് ആസ്വദിക്കാനുള്ളൊരു അവസരം ഞങ്ങൾക്ക് കിട്ടി. അത് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ തരുന്നു. തുലിപ്പൂക്കൾ കാണാൻ സാധാരണ എല്ലാവരും നെതർലൻഡ്സിലേക്കാണ് പോകുന്നത്. ഇതിപ്പോ UK നോർഫ്ലോക്കിന്റെ അടുത്ത് തുലിപ്പൂക്കളുണ്ടെന്ന് അറിയാം. കൂടാതെ അവിടുത്തെ ടിക്കറ്റ് കിട്ടിയിരുന്നു. അപ്പൊ പിന്നെ അങ്ങോട്ട് പോകുക. എള്ളും പച്ചക്കറികളും പറ്റി നിറഞ്ഞ പാടങ്ങളും ഇവിടെ നിന്ന് അങ്ങേ തലക്കൽ വരെ കാണാവുന്ന രീതിയിലുള്ള പാതകളും സ്വകാര്യ കാറ്റാടി പാടങ്ങളും ഇടയ്ക്കിടെയുള്ള വനങ്ങളും കൊണ്ട് മനോഹരമായിരുന്നു നോർഫ്ലോക്കിലേക്കുള്ള കൺട്രി സൈഡ്. കൂടിയൊക്കെ പോകുന്ന പോലെ UK-യിലൂടെ ഒരു യാത്ര. മഞ്ഞപ്പൂക്കൾ കണ്ടോ? അത് എള്ള് പാടമാണ് കേട്ടോ. മഞ്ഞപ്പൂക്കൾ പിടിക്കുന്ന എള്ള് പാടം, സെസമി സീഡ്സ്. അങ്ങ് ദൂരെ കാണുന്ന കെട്ടിടം ചിലപ്പോൾ ഫാം ഹൗസ് ആയിരിക്കും. Exit the roundabout onto Queen Elizabeth Way. Continue on Queen Elizabeth Way for 2 miles. ഈ ഏരിയ മുഴുവൻ ഫാം ഹൗസുകളും അതോടനുബന്ധിച്ചുള്ള മറ്റു വസ്തുക്കളും ഒക്കെയാണ്. ഈ കാറ്റാടി യന്ത്രമൊക്കെ മിക്കവാറും ഈ ഫാം ഓണർ അവരുടെ ഇലക്ട്രിസിറ്റി ആവശ്യത്തിന് വേണ്ടി വെച്ചേക്കുന്നതായിരിക്കും. നമ്മുടെ ഭാരതപ്പുഴ പോലൊരു നദിയുണ്ട്, ദ ഗ്രേറ്റ് റിവർ റോസ് എന്നാണ് ഇതിന്റെ പേര്. ഒരു 2.25 മണിക്കൂർ നേരത്തെ ഡ്രൈവിന് ശേഷം നമ്മൾ നോർഫ്ലോക്ക് തുലിപ്പ് പാർക്കിന്റെ കാർ പാർക്കിന്റെ അടുത്തെത്തി. വീക്കെൻഡ് ആയതിനാൽ ധാരാളം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കാറുകൾ കണ്ടില്ലേ, നിങ്ങൾക്ക് തന്നെ കാണാം. എൻട്രി പോയിന്റിൽ ഇതിവിടെ ഇങ്ങനെ കയറുമ്പോൾ ഇവിടെ തന്നെ സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്തിട്ടാണ് അകത്തോട്ട് കയറി പോകുന്നത്. അതായത് നമ്മൾ എടുത്ത ടിക്കറ്റ് ഇവിടെ സ്കാൻ ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ആ തോട്ടം കാണാം. അവര് സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നത് ഈ പാടമാണ്. ഇതിന്റെ നടുക്ക് കുറച്ച് ഏരിയ വിട്ടിട്ട് ഇങ്ങേ സൈഡിലോ അങ്ങേ സൈഡിലോ ആയിട്ടാണ് അവർ പൂക്കൾ പിടിപ്പിച്ചേക്കുന്നത്. മേ ബി നടുക്കത്തെ ഏരിയ അവർ പർപ്പസ്ഫുള്ളി വിട്ടതായിരിക്കാം. എന്തെന്നറിയില്ല. നല്ല ഭംഗിയിൽ വരിവരിയായിട്ടാണ് പൂക്കൾ നട്ടേക്കുന്നത്. കണ്ടില്ലേ? അതിന്റെ ഇങ്ങേ എൻഡിലെ ഒരു കച്ചി കൊണ്ട് ഒരു സീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഇരുന്ന് ആർക്ക് വേണമെങ്കിലും ഫോട്ടോ എടുക്കാം. തുലിപ്പൂക്കൾ നമ്മൾ ഒറ്റയ്ക്കെടുത്ത് കയ്യിൽ വെച്ച് നോക്കിയാൽ റെഡ് ആണ് സാധാരണ എറിച്ച് നിൽക്കാറല്ലേ. പക്ഷെ കൂട്ടമായിട്ട് ദൂരെ നിന്ന് കാണുമ്പോഴത്തേക്ക് മഞ്ഞയുടെ എഫക്ട് ഭയങ്കരമാണ്. നിങ്ങൾക്കും തോന്നുന്നു? ആളുകൾ പ്രായഭേദമന്യേ ഇത് ആസ്വദിക്കാൻ വരുന്നുണ്ട് കേട്ടോ. കൈക്കുഞ്ഞു മുതൽ ഇങ്ങേറ്റം നടക്കാൻ പാടുപെടുന്ന ആ പ്രായത്തിലുള്ളവർ വരെ പല ജനറേഷൻസ് ഇവിടെ ഇത് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എല്ലാ വർഷവും സ്ഥിരമായി ഇത് മുടങ്ങാതെ ഇവിടെ വന്ന് കാണുന്നവരുണ്ട്. എന്തോ ഇന്റർവ്യൂ നടക്കുന്ന നോക്കി. പ്രൊഫഷണൽ ക്യാമറ ഉണ്ടല്ലോ. ഏതോ ചാനലിൽ നിന്നാണ് തോന്നുന്നു. BBC ആണോ എന്തോ. ന്യൂസ് എന്തോ. ഈ ഏരിയയിലെ പൂക്കൾ കണ്ടോ? മറ്റുള്ളവയിൽ നിന്ന് വളരെ വ്യത്യാസമല്ലേ. ഇത് മോണ്ടെ ഓറഞ്ച് എന്ന് പറയുന്ന സംഭവമാണ്. തുലിപ്സിൽ തന്നെ മറ്റൊരു വെറൈറ്റി. ശരിക്കും ആ യെല്ലോയുടെ പശ്ചാത്തലത്തിൽ ഇവനിങ്ങനെ നിൽക്കുന്ന നല്ല ഭംഗിയുണ്ടല്ലേ. അടിപൊളി. എന്തൊക്കെ വെറൈറ്റി സംഭവങ്ങൾ കൊണ്ട് ഈ ഭൂമി അനുഗ്രഹീതമാണല്ലേ. ശരിക്കും ഒരു തത്വം പറയാൻ തോന്നുന്നു. അതായത് നമുക്ക് ഒരു ജീവിതമാണ് ഇപ്പോൾ ഉള്ളത്. എപ്പോൾ തീരുമെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ജീവിതം. ഈ ജീവിതത്തിൽ ദൈവം തന്നേക്കുന്ന ഈ അനുഗ്രഹങ്ങളെല്ലാം അനുഭവിച്ച് സന്തോഷിച്ച് ആ ജീവിതത്തിൽ സാഫല്യമടയുക എന്നുള്ളതായിരിക്കും ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പറ്റുന്നിടത്തോളം അത് ആസ്വദിക്കുക, അതാണ് വേണ്ടത്. ശരിക്കും നമ്മൾ ഇവരെ കണ്ടുപിടിക്കണം. വീൽ ചെയറിലിരിക്കുന്ന അപ്പച്ചന്മാരും അമ്മച്ചിമാരും വരെ ഇത് കാണാൻ പറ്റുന്നു. നോർഫ്ലോക്ക് ഹോസ്പൈസ് ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അവരൊരു ചാരിറ്റി സംഘടനയാണ്. ഇതിലെ ഫണ്ട് അവർ ചാരിറ്റിക്കാണ് ഉപയോഗിക്കുന്നത്. അവർക്ക് കിട്ടിയിരിക്കുന്ന സ്പോൺസേഴ്സ് ഇത്രയും പേരുടെ സ്പോൺസർഷിപ്പ് നല്ല എമൗണ്ട് കിട്ടിക്കാണ്. ചാരിറ്റിക്കല്ലേ, ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടട്ടെ. ഇനിയിപ്പോ ഇങ്ങേ എൻഡിലുള്ള ഒരു 3 വരി മഞ്ഞയും പിന്നുള്ള റെഡും ഒരു 10 വരി പൂക്കളൂടെ. ഈ മഞ്ഞയും റെഡ് നന്നായി വിരിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ. അടിപൊളിയായിട്ടുണ്ട്. ഈ ഏരിയ അവര് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതാണ് കണ്ടോ. ഈ എൻഡിലെ ആ 4 വരി റെഡ് കംപ്ലീറ്റ് ആയിട്ട് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞത്. തുലിപ്പാടത്തിലെത്തിയിട്ട് ചുമ്മാ വാചോടിച്ച് നടന്നിട്ട് കാര്യമില്ലല്ലോ. ഫോട്ടോഷൂട്ട് ചെയ്യണ്ടേ. ഇനിയിപ്പോ കൂടുതൽ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് കണ്ടോളൂ കുറച്ച്. നമ്മളെവിടെ എത്തിയേ?
പക്ഷെ അത് പൂവ് ചവിട്ടി പൂവ് പൊട്ടിച്ചിട്ടേക്കുന്നുണ്ട് കുറെ. ആയിരുന്നു തോന്നുന്നു. ഞാൻ പറഞ്ഞത് വെള്ള അവിടെ ചെന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ മഞ്ഞയുടെ തണുപ്പ് വയ്ക്കാം.
ഓക്കെ, അപ്പം നമ്മൾ ഫീൽഡ് മുഴുവൻ ഒന്ന് ചുറ്റിക്കണ്ടു. ഇനി ഒന്നുകൂടെ ഒന്ന് എല്ലാ ഓവർവ്യൂ ഒന്ന് എടുത്തിട്ട് നമുക്ക് തിരിച്ചു പോകാം. ഇതുണ്ട്, അല്പം വൈകിട്ടായപ്പോഴത്തേക്ക് ഒരുപാട് ആളുകൾ എത്തി കേട്ടോ. നോഫ്ലോക്കിൻ്റെ ഒരു ചാരിറ്റി ഓർഗനൈസേഷനാണ് ഈ പരിപാടി നടത്തുന്നത്, ഹോസ് പൈസ് എന്ന് പറയുന്നത്. അപ്പം അവരുടെ പല സ്റ്റാൾസാണിത്. ടാപ്പിംഗ് ഹൗസ്, റാഫിൾസ്, അതായത് നമ്മുടെ നാട്ടിൽ ടിക്കറ്റ് വെച്ച് നറുക്കെടുക്കുന്ന പരിപാടിയില്ലേ അത്. ദെൻ ജിൻ ഡിസ്റ്റിലറീസ്. ഒന്ന് അടിക്കണമെന്ന് ഇവിടുന്ന് വാങ്ങിച്ചടിക്കാം. പിന്നെ ഇത് കൃഷിയിടമായതുകൊണ്ട് തന്നെ ചെളി നല്ലപോലെ ഉണ്ട് കേട്ടോ. ആംബുലൻസ് വരെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടുന്ന് എങ്ങോട്ടാ പോണാവോ? ലൈവ് ആംബുലൻസ് ഇവിടെ പോകണ്ട. നേരെ വഴി കടന്നിട്ട് കറങ്ങി തിരിഞ്ഞ് വരുന്ന വരവ് നോക്കി ബോധം പോയതിൻ്റെ കുഴപ്പമില്ല. പിന്നെന്തോ ഇരിക്കണം. ചായ അപ്പുറത്ത്. അപ്പം റെസ്റ്റ് ചെയ്യാനുള്ളൊരു ഏരിയ ആയിരുന്നു അത്. ഇലക്ട്രിസിറ്റി കിട്ടാനായിട്ട് ഇതുണ്ട് അത് ചെയ്തു. ഷോപ്പിലേക്ക് ഇലക്ട്രിസിറ്റി ആർട്ടിസാൻ. It's like a tuk-tuk. Well, it's Piaggio. It's Italian. Oh, Italian. Yeah. Oh, I thought it was the Chinese tuk-tuk. No, Italian. Okay. We have Indians. We do have this one. Yeah. The Indians make them under license from the Italian. Okay. The Italian are the originals. Oh. And then everybody else started there. Makes them under license. Yeah. Okay. Oh, that's good that she's moving on. Well, yeah. Coffee. No. We're rent a Cradle. Cappuccino. She's going to come stalking me for coffee. I'll Facebook you. And, Cappuccino. yeah. You're not on it, are you? Scary biscuits. Hello. What would we like? Yeah, can I get a hot chocolate with the marshmallow? Yeah. One cappuccino, please. Yeah. Okay. Cash or card? Our card, please. Oh yeah, one off. Hang on a second. What's your address? Send me some gold. Oh, wicked. Hot chocolate marshmallow. Cappuccino, yeah? So my brain is soft now. Been overused. Overused. Thank you very much. Can I have 2 marshmallow? Hot chocolate. Yeah, marshmallow. 2. Cappuccino. 2 Thank hot you. chocolates with marshmallow, yeah?
എടാ ഇതിനകത്ത് എന്തെങ്കിലും ഇട്ടോ പഞ്ചസാര ഇട്ടോ ഇത് 2 കേട്ടോ പറയാൻ പറ്റില്ല കണ്ടല്ലോ ഇനി എടുക്കുന്ന ബ്രൗൺ തന്നെ ഇട്ടാൽ It'll be on the TV. താഴെ ഷുഗറിലേക്കാണ് ഇനി ഇങ്ങോട്ടുള്ളതെന്ന് വെച്ചാൽ ഇതുണ്ടോ ഫുഡ് സ്റ്റോൾസ്. നമ്മൾ ശരിക്കും അപ്പുറത്തുനിന്നൊരു ഇത് വാങ്ങി, പിന്നെ ഇപ്പോൾ തായ് കുയിസിനും കൂടെ വാങ്ങിയിട്ടുണ്ട്. എന്തുകൂടെ വാങ്ങി? ചിക്കൻ തായ് തായ് ചിക്കൻ കറി റൈസ്. അതും കഴിച്ചു കഴിഞ്ഞ് തിരിച്ചുള്ള 3 മണിക്കൂർ ഡ്രൈവിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ വീഡിയോ ക്ലിയർ അല്ല. വിശപ്പായതുകൊണ്ട് നേരെ കോർലി സർവീസസിലേക്ക് കയറാൻ പോകുക അല്ലേ? ഇതാണ് സർവീസസ്. വെൽക്കം ബ്രേക്ക് കോർലി സർവീസസ്. മോട്ടോർ വേയിലുള്ള സർവീസസ് എന്നാണ് കോർലി സർവീസസിനെ പറ്റി ഞാൻ ഷോർട്സ് ഇട്ടത്. കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണണേ. എനിക്ക് എന്തായാലും ചെറിയൊരു ഡ്രൈവിംഗ് ബ്രേക്ക് ആവശ്യമാണ്. Head southwest. കാർസ് ഇങ്ങോട്ട് In 150 yards. HGV എന്ന് പറയുന്നത് ബിഗ് ട്രക്സ് ഒക്കെയാണ് കേട്ടോ. Head west. Turn left, then turn right. ഇല്ലെങ്കിലും പക്ഷേ ഇത് ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ പാർക്ക് ചെയ്തു. കുറച്ച് റെസ്റ്റും കിട്ടും. മുൻപത്തെ ഷോർട്സിൽ പറഞ്ഞിരുന്ന പോലെ 2 hours ഇവിടെ ഫ്രീ ആണ് പാർക്ക്. മിക്കവാറും എല്ലാ മോട്ടോർ വേ യൂസേഴ്സും ഇത് യൂസ് ചെയ്യുന്നുണ്ട് പോയി. അവൻ അവിടുത്തെ KFC നിന്ന് ഫുഡ് വാങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടു. In a quarter of a mile, merge onto M6. നിസാന്റെ ഇലക്ട്രിക് ചാർജിങ് ഒക്കെ ഇവിടെ ഉണ്ട് അല്ലേ? ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ അടുത്ത് അതുപോലെ തന്നെ സ്റ്റാർബക്സ്. HGV ഇങ്ങോട്ട്. HGV ട്രക്സ് എല്ലാം ഇവിടെയാണ്. സ്റ്റാർ 170 പിന്നെ ഇതുവഴി മോട്ടോർ വേയിലേക്ക് ഇറങ്ങി നേരെ വീട്ടിലേക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. പുത്തൻ കാഴ്ചകളും വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. വീഡിയോകൾ മിസ്സാകാതിരിക്കാനായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കുക. താങ്ക് യു.